എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഉമാ മഹേശ്വരൻ ചാനലിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഞാനിന്ന് ഹരിനാമ കീർത്തനത്തിലെ 43-ാം ശ്ലോകവും അതിൻ്റെ അർത്ഥവുമാണ് പറയുന്നത്. ഡെക്കാമൃദംഗ തുടി താളങ്ങൾ കേട്ടനുഭവിക്കാമിതിന്നിലയിൽ എന്നേടമോർത്തു മമ പാർക്കുന്നതല്ല മനമാളാന ഭക്തഹരി തീൻ കണ്ട പോലെ ഹരി നാരായണായ നമ. ഇവിടെ പറയുന്നു, കുണ്ടലിനി പ്രാണൻ ഷഡാധാരങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ഡെക്ക മൃദംഗ തുടി താളങ്ങൾ പോലെ പെരുമ്പറ, മൃദംഗം, കടുന്തുടി മുതലായ വാദ്യവിശേഷങ്ങളുടെ മധുര ധ്വനികൾക്ക് തുല്യങ്ങളായ ശബ്ദങ്ങൾ ഉടനെ കേൾക്കാനിടവരും എന്ന ഓർത്ത് യോഗശാസ്ത്ര പ്രസിദ്ധമായ ഇക്കാര്യം വിചാരിച്ച് മമ മനം, എൻ്റെ മനസ്സ്, ആളാന ബദ്ധകരി കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആന തീൻ കണ്ട പോലെ, അകലെയായി ഭക്ഷണ സാധനം കണ്ടാൽ എന്ന പോലെ ആകാംക്ഷാഭരിതമായി തീർന്നിരിക്കുന്നു. ഹരിനാരായണായ നമ. ഹരിനാരായണന് നമസ്കാരം. ഇതിൻ്റെ ചുരുക്കമുള്ള അർത്ഥം പറയുകയാണ്. കുണ്ടലിനി പ്രാണൻ ഷഡാകാരങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ പെരുമ്പറ, മൃദംഗം, കടുന്തുടി മുതലായ വാദ്യവിശേഷങ്ങളുടെ മധുരനാഥങ്ങൾക്ക് തുല്യങ്ങളായ ശബ്ദങ്ങൾ കേൾക്കാനിടയാകും എന്ന യോഗശാസ്ത്ര പ്രസിദ്ധമായ കാര്യം വിചാരിച്ച് എൻ്റെ മനസ്സ് കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആന അകലെയായി ഭക്ഷണ സാധനം കണ്ടാലെന്ന പോലെ ആകാംക്ഷാഭരിതമായി തീർന്നിരിക്കുന്നു. ഹരിനാരായണന് നമസ്കാരം. ഇവിടെ ധ്യാന യോഗ അഭ്യാസം ദൃഢപ്പെട്ട് കുണ്ടലിനി പ്രാണൻ ഉണർന്ന് സുഷുമ്നാ നാഡിയിൽ പ്രവേശിക്കുന്നതോടെ യോഗിക്ക് ഉള്ളിൽ തേജോമയങ്ങളായ വിവിധ രൂപങ്ങൾ കാണാനും മധുരമധുരങ്ങളായ വിവിധ നാദങ്ങൾ കേൾക്കാനും ഇടവരുന്നു. മനസ്സിലായി. അപ്പോൾ യോഗാഭ്യാസപരമായിട്ടാണ് നമ്മളിത് കടത്തിക്കൊണ്ടുപോകുന്നത്. അതായത് 6 ചക്രങ്ങൾ. യോഗിക്ക് യോഗശാസ്ത്ര വിധിയിലാണ് നമ്മളിത് അറിയാൻ കഴിയുന്നത്. അത് അല്ലാത്ത ഭക്തി മുഖേന നമ്മൾ അറിയുന്നു. ഭഗവാന്റെ കടാക്ഷം കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ മുൻഗണന അതുകൊണ്ട്, നമുക്ക് ഭക്തി കൊണ്ട് നേടുന്ന ആ ഒരു ഈശ്വര നമ്മുടെ സാക്ഷാത്കാരവും യോഗാഭ്യാസം വഴി ഉണ്ടാകുന്നൊരു ഇതുണ്ട്. ആ ഒരു സാക്ഷാത്കാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് അനാഹത നാദങ്ങളുണ്ട്. അത് നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? യോഗാവസ്ഥയിൽ മാത്രമേ അറിയാൻ പറ്റൂ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് കേൾക്കാൻ കഴിയുന്നത്? ഈ അനാഹത നാദം എങ്ങനെയാണ് കേൾക്കാൻ കഴിയുന്നത്? അനാഹത ചക്രം, അതായത് ഹൃദയം, ആ ഭാഗത്താണ് അനാഹത ചക്രം. അപ്പം നമ്മുടെ 6 ചക്രങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലേ? ആദ്യത്തേത് മൂലാധാരം, രണ്ടാമത്തേത് സ്വാധിഷ്ഠാനം, മൂന്നാമത്തേത് മണിപൂരകം, നാലാമത്തേത് അനാഹതം, അഞ്ചാമത്തേത് വിശുദ്ധി, ആറാമത്തേത് എന്താണ്? നമ്മുടെ ഈ ത്രിനേത്രം എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നത് അതാണ്. അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ആറാമത്തെ, അത് കഴിഞ്ഞാണ് സഹസ്രാരത്തിലെത്തി എന്താവുന്നത്? നമ്മുടെ സുഷുമ്നയിൽ, നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിൽ കൂടെ കയറി പ്രാണൻ സഹസ്രാരത്തിലെത്തുമ്പോഴാണ് നമുക്ക് ഈ ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ സാക്ഷാത്കാരം കിട്ടുന്നു? ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ നമുക്ക് അങ്ങനെ സംഭവിക്കും ഇല്ലേ? അങ്ങനെ എന്നുവെച്ചാൽ ഭക്തി നിസ്സാരം 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നുമല്ല. ഈ യോഗ അഭ്യാസം പോലെ തന്നെ നമ്മുടെ ഭക്തിയിൽ നമ്മൾ വളർച്ചയുണ്ടാവും. ഭക്തിയിൽ ശ്രദ്ധയുണ്ടായി, വളർച്ചയുണ്ടായി നമ്മൾ ആ ഭക്തിയിൽ പരമമായ ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നമ്മൾ മോക്ഷം കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. അതുപോലെ ഇവിടെ യോഗശാസ്ത്രപരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? യോഗശാസ്ത്ര പ്രസിദ്ധമായ കാര്യം, യോഗയിലൂടെ നമുക്ക് യോഗാഭ്യാസത്തിലൂടെ കിട്ടുന്ന ആ കാര്യം വിചാരിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആചാര്യൻ പറയുന്നത് ധ്യാന യോഗാഭ്യാസം ദൃഢപ്പെട്ട് കഴിഞ്ഞു. അതും എങ്ങനെയാണ്? ഗുരുവിൻ്റെ കടാക്ഷത്താൽ, ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ, ഗുരുവിൻ്റെ കൂടെ സഹവസിച്ച് അങ്ങനെ നമുക്ക് കിട്ടുന്ന ആ യോഗ ഇതുണ്ടല്ലോ, ആ യോഗശാസ്ത്രപരമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ കുണ്ടലിനി ശക്തി ഉണർന്ന് എവിടെ എത്തും? അത് മൂലാധാരം കഴിഞ്ഞ് സ്വാധിഷ്ഠാനത്തിൽ വന്ന് അത് കഴിഞ്ഞിട്ട് മണിപൂരകത്തിൽ വരുന്നു. മണിപൂരകത്തിൽ വന്നിട്ട് അനാഗതത്തിൽ വരുമ്പോഴാണ് ഈ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദം. അനാഗത ചക്രം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ്, ഹൃദയഭാഗത്താണ് അനാഗത ചക്രം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്തതായ ഈ ശബ്ദം. എന്താണ് നമ്മൾ കേൾക്കുന്നില്ലേ?
ഓടക്കുഴൽനാദം, മൃദംഗനാദം, പിന്നെ കടുന്തുടിനാദം, ഇതൊക്കെ നമ്മൾ യോഗയിലിരിക്കുമ്പോൾ മറ്റിവിടെ എല്ലാ ബന്ധങ്ങളും വിട്ട് കഴിയും. നമ്മുടെ പ്രാപഞ്ചികമായിട്ട് സർവത്ര ബന്ധങ്ങളും നമ്മൾ വിട്ട് ആ ഇതിൽ കുണ്ടലിനെ ഉണർത്തി കൊണ്ടുവരണം. യോഗവിധിയിൽ മാത്രമേ അത് സാധിച്ചെടുക്കാൻ പറ്റൂ. മറ്റ് സാധാരണ പോലെയുള്ളൊരു സംഭവമല്ല. അപ്പോൾ അങ്ങനെ ആ യോഗയിൽ നമ്മൾ കയറി അനാഹത ചക്രത്തിലെത്തുമ്പോൾ എന്താവും? അവിടെ നിന്നാണ് നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദം. നമ്മൾ പറഞ്ഞു 2 തരത്തിലെ ശബ്ദമുണ്ട്, ആഹതനാദവും അനാഹതനാദവും. ആഹതനാദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചപരമായിട്ട് നമ്മൾ എല്ലാവർക്കും എപ്പോഴും കേൾക്കാൻ പറ്റുന്ന നാദമാണ് ആഹതനാദം. പക്ഷേ അനാഹതനാദം ഹൃദയം നാദമാണ്. അത് ഉള്ളിലേക്ക് നമ്മൾ പ്രാണനെ നമ്മുടെ ഉള്ളിലേക്ക് അകത്താക്കി അവിടുന്ന് ഉള്ളിലിരിക്കുന്ന പ്രാണനെ അറിഞ്ഞ് അതിന് യോഗവിധി പ്രകാരം ഓരോ ചക്രങ്ങളിലേക്ക് നമ്മൾ കുണ്ടലിനി ശക്തിയെ കടത്തി കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് അകത്ത് യോഗികൾക്ക് എന്ത് കാണാൻ കഴിയുന്നു? വിവിധ രൂപങ്ങൾ കാണാൻ കഴിയും. പല ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ തോന്നി അത് ദൃഢമാകും, അതിലേക്കായി മാറും. നമ്മുടെ ഈ പ്രപഞ്ചമായ ശബ്ദം അങ്ങ് മാറും. നമ്മുടെ പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ ഇതും മാറി നമ്മൾ ഉള്ളിൽ, അതാണ് അന്തർമുഖ സമാരാധ്യ എന്ന് പറയും. എന്നെ അകത്ത് ആരാധിക്കണമെന്ന് അമ്മ ദേവിയുടെ ഇതിൽ പറയുന്നത് സഹസ്രനാമത്തിൽ അന്തർമുഖ സമാരാധ്യ. നമ്മുടെ ഉള്ളിലേക്ക് അറിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് നോക്കി നമ്മൾ പ്രാണനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ പ്രാണനെ ഓരോരോ ചക്രങ്ങളിൽ കടത്തിക്കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലെ അനാഹത ശബ്ദം, അത് പുറത്ത് കേൾക്കുന്ന ശബ്ദമല്ല, അകത്തുനിന്ന് നമ്മൾ ഉള്ളിലൂടെ അറിയുന്ന ശബ്ദമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന പോലെയൊന്നും അല്ല, അത് അനുഭവിച്ച് നമുക്ക് ഫീൽ ഉണ്ടാവണം. അതിന് നമ്മൾ യോഗ അഭ്യാസ മുറകളൊക്കെ അഭ്യസിച്ചാൽ മാത്രമേ നമുക്ക് ഈ ശബ്ദങ്ങൾ. പക്ഷേ ഭക്തരായിട്ടുള്ളവർ, ഈ ഭഗവാന്റെ ഭക്തർ അങ്ങേയറ്റത്തെ, ഞാൻ പറഞ്ഞു ഏകാന്ത ഭക്തി, അങ്ങേയറ്റത്ത് ഭക്തി, ഭഗവാനേ എന്ന് മാത്രം പ്രേമഭക്തി, അങ്ങനെയുള്ളവർക്കും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെറിയ വീണാനാദം, ചിലപ്പോൾ എവിടെയോ ഫ്ലൂട്ടിൻ്റെ ശബ്ദം കേൾക്കും. നമ്മൾ പറയാം, വൃന്ദാവനത്തിലൊക്കെ പോയി പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ ഏതോ മരത്തിൻ്റെ കൂട്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് അനുഭവപ്പെടുന്നു? ഇങ്ങനെ നമുക്ക് ഓടക്കുഴൽനാദം കേൾക്കാൻ കഴിയുന്നു. അത് നമുക്ക് വൃന്ദാവനത്തിൽ തന്നെ പോകണമെന്നില്ല, അനുഭവമുള്ളവർക്ക് അറിയാം. ഭഗവാന്റെ ആ ചൈതന്യം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഭക്തിയും ഹൃദയവും ഒരുപോലെ എത്തുന്ന അവസ്ഥയിൽ ചില നാദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. എല്ലാവർക്കും ഒന്നും അത് കേൾക്കാൻ കഴിയില്ല. അത്രയ്ക്കും ദൃഢഭക്തി, അത്രയ്ക്കും ഭഗവാനെ പ്രാണനായി സ്നേഹിക്കുന്നവർക്ക് ആ അനാഗതനാദം ചില സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഭഗവാന്റെ സാന്നിധ്യത്തിലൊക്കെ ആയിരിക്കാം, എവിടെയെങ്കിലും വെച്ച് നമുക്ക് ആ ഒരു അനുഗ്രഹം നമുക്ക് ഭഗവാൻ തരും. ഭക്തർക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ് അത്. നമുക്ക് പിടിച്ചു വാങ്ങുന്നതല്ല, ഒരു ആനുകൂല്യം. ഭഗവാൻ നമ്മളോട് നമ്മുടെ ഭക്തിയിൽ ഇഷ്ടം തോന്നി നമുക്ക് തരുന്ന ആനുകൂല്യമാണ്. അതിവിടെ രണ്ടും 2 തരത്തിൽ യോഗാഭ്യാസത്തിൽ കൂടെ കിട്ടുന്നുണ്ട്, ഭക്തർക്കും കിട്ടുന്നുണ്ട്. റിയലായിട്ടുള്ളൊരു ഭക്തർക്ക് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ അങ്ങ് ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ പ്രാണൻ ഹൃദയസ്ഥാനത്തുള്ള അനാഹതമെന്ന ആധാരചക്രത്തിലെത്തുമ്പോൾ, അപ്പോൾ ഓരോ ആധാരചക്രങ്ങളുണ്ട്. മൂലാധാരം പറയില്ലേ, സ്വാധിഷ്ഠാനം, പിന്നെ മണിപൂരകം, അത് കഴിഞ്ഞ് അനാഹതം, പിന്നെ വിശുദ്ധി, പിന്നെ ആജ്ഞ. നേരത്തെ പറഞ്ഞത് ഞാൻ ആജ്ഞാചക്രം, ഈ ഭാഗമാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വിശുദ്ധി, അതായത് നമ്മുടെ കുണ്ടലിനി ശക്തി, പ്രാണശക്തി നമ്മുടെ വിശുദ്ധി ചക്രം വരെ എത്തിക്കഴിയുകയാണെങ്കിൽ, പിന്നെ അതിന് സഞ്ചരിച്ച് കൊണ്ടുപോകേണ്ട കഴിവ് വേണം. വിശുദ്ധി ചക്രം വരെ ഓട്ടോമാറ്റിക്കലി അറിയാതെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നത് ഭക്തർക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടത്. അനുഭവമുള്ളവർ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ ജീവിതത്തിലെ ഈശ്വര കാര്യങ്ങൾ പറയാനല്ലാതെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനോ പറയാനോ ഒന്നും പോകാനുള്ളൊരു ഇതുണ്ടാവില്ല. വിശുദ്ധി വരെ കുണ്ടലിനിയുടെ ഒരു പ്രവാഹം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഈശ്വര കാര്യങ്ങൾ മാത്രമേ പറയൂ. ആരോട് സംസാരിച്ചാലും നമുക്കതേ പറയാൻ കഴിയും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും അവസരത്തിൽ ഭഗവാൻ നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ കൂടുതൽ, നമ്മുടെ ഭക്തിയുടെ, നമ്മുടെ നിഷ്കളങ്കമായ, നമുക്ക് അതായത് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മാനസികാവസ്ഥ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് എങ്ങനെ ഈശ്വരനെ അത്രയ്ക്കും ആരാധിക്കുമ്പോഴാണ് ഈശ്വരൻ നമുക്ക് പറയുമ്പോൾ നമ്മൾ അതീന്ദ്രിയ ജ്ഞാനം നമുക്ക് ഭഗവാൻ കൃഷ്ണൻ തരുന്ന, കൃഷ്ണൻ്റെ സുഹൃത്തായാൽ മാത്രം മതി. നമുക്ക് ആര് തരും? ഭഗവാൻ കൃഷ്ണൻ തരും. നമ്മളെ അതീന്ദ്രിയ ജ്ഞാനം തന്ന് മനസ്സിലാക്കി നമുക്ക് ആ ഒരു അവസ്ഥയിൽ നമ്മളെ എത്തിക്കുമെന്ന് ഇവിടെ ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പറയുമ്പോൾ ആചാര്യ മുഖേനയും ഭഗവത് ഭക്തിയുടെ തീക്ഷ്ണമായ ഭഗവത് ഭക്തി, സദാ കൃഷ്ണൻ, സദാ ഭഗവാൻ, സദാ ഗുരു, നമ്മളെല്ലാം നമ്മുടെ കൃഷ്ണനാണെന്നുള്ള, എന്തെടുത്താലും ഭഗവാനെ, കണ്ടാലും ഭഗവാനെ, എന്ത് വന്നാലും ഭഗവാനെ, അങ്ങനെ ഒരു നില വരും. ഏതിലും ഭഗവാൻ 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 എന്നുള്ള ഒരവസ്ഥയുണ്ടാവും. ആ അവസ്ഥയുള്ളവർക്കും അവസ്ഥ വരുന്നവർക്കും ആ അവസ്ഥ ഭഗവാൻ അനുഗ്രഹിക്കുന്നവർക്കും എന്താവാം? ഈ മോക്ഷപ്രാപ്തിയുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. യോഗശാസ്ത്രപരമായി മാത്രമാണ് നമുക്കിവിടെ ഈ നിർവ്വാണം അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി കിട്ടുന്നെന്ന് ആരും വിചാരിക്കേണ്ട. ഷോർട്ട് കട്ട് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന, ഭക്തന് തന്നിരിക്കുന്നതാണ് ഷോർട്ട് കട്ട്.
ആ റിയൽ ഭക്തന് അതവിടെ എത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ചര്യകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഒന്ന് മാത്രം മതി കരുണ മനസ്സിൽ. ഭക്തി വേണ്ട, ഭക്തിക്ക് മുമ്പേ ഉള്ള ഭക്തിക്ക് തുല്യമാണ് കരുണ. ആ കരുണയുള്ള ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനുണ്ട്. കരുണയില്ലാത്ത ഹൃദയത്തിൽ ഒരിക്കലും ഭഗവാൻ ഉണ്ടാവില്ല. അത് നമ്മൾ തർക്കിക്കുന്നതൊന്നുമല്ല. കരുണയുള്ളിടത്ത് മാത്രമേ കടാക്ഷവും ഈശ്വരനും ഉണ്ടാവും ഇവിടെ വ്യക്തമായിട്ടും ആചാര്യൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ശബ്ദങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്നതല്ല, അകത്താരും ശബ്ദിച്ചു ഉണ്ടാക്കുന്നതുമല്ല. അപ്പോൾ യോഗികൾക്ക് മനസ്സിലാകുന്നതാണ് ഇത് നമ്മൾക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദം, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. നമ്മൾ ശബ്ദം കേൾക്കുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു ഫ്ലൂട്ടിന്റെ ശബ്ദം നമ്മളിപ്പോൾ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഭഗവാനിൽ തന്നെ ശ്രദ്ധയായിരിക്കും, വേറെ ഒന്നും ഓർമ്മിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം, വേറൊരു ഉദാഹരണം പറഞ്ഞു തരാം. അപ്പോൾ ഭഗവാനിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ നല്ല ശ്രദ്ധയോടെ ശ്രദ്ധിക്കുമ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു ഫ്ലൂട്ടിന്റെ ശബ്ദം കേൾക്കുന്നു വെച്ചാൽ 1 സെക്കൻഡേ അത് കേൾക്കത്തുള്ളൂ. റിംഗ് ടോണൊന്നും അല്ല, അതൊരു പ്രത്യേക തരം ട്യൂണായിരിക്കും. ആ ട്യൂൺ നമ്മളെ നമ്മളെ ചെവിയിൽ കേൾക്കും. എങ്ങനെ ഭക്തിയുടെ അവസ്ഥ അവിടെ ചെന്ന് നമ്മൾ പറയില്ലേ ഭഗവാനീ എന്ന് പറയും. നമ്മൾ അങ്ങേറ്റ ഹൃദയം അങ്ങ് ടച്ച് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് തോന്നുന്ന ഭക്തർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില ലീലകൾ ഭഗവാൻ തരും. അത് അനുഭവിച്ചറിയുന്നവർക്കേ പറയാൻ പറ്റും. അത് വേറെ ആരോടും നമുക്ക് പറയാൻ പറ്റില്ല. അനുഭവിച്ചറിയണം. അത്രയ്ക്കും നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണേ ഭഗവാനിൽ കൂടുതൽ അടുക്കുന്നത്. അല്ലാത്ത സുഖങ്ങൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആരും ഭഗവാനോട് അങ്ങനെ അടുക്കുമെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ നമ്മൾ പോകും, ഭഗവാനെ കാണണം, ഭഗവാന് കൊടുക്കണം, മറ്റുള്ളവർക്ക് ചെയ്യണം, ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. അത് വേറൊരു തരം. അവരുടെ ജീവിതത്തിൽ സുഖങ്ങൾ സമാധാനങ്ങൾ ഈശ്വരൻ കൊടുക്കുന്നു, അതിനനുസരിച്ച് അവർ ജീവിക്കുന്നു. അങ്ങനെ ഒരു സെക്ഷനുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ഒരുപാട് ദുഃഖങ്ങളോടുകൂടി ഒരുപാട് ഒറ്റപ്പെട്ട് ദുഃഖങ്ങൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും കഴിയില്ല എന്നുള്ളൊരവസ്ഥ നമ്മൾ ഭഗവാനെ വിളിക്കും. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ചില നേരങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്തത് പലതും, കാണാൻ പറ്റാത്തത് നമ്മുടെ കണ്ണിൽ പലതും കാണും. പക്ഷെ അത് നമുക്ക് മറ്റാരോടും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അവർ പറയും നമുക്ക് ഭ്രാന്താണെന്ന് പറയും. അതുകൊണ്ട് ആ കിട്ടുന്ന ആളുകൾ ഒരിക്കലും കുറ്റം പറയുന്നവരുടെ മുമ്പിലോ മറ്റുള്ളവരുടെ മുമ്പിലോ ഒന്നും ഇത് പറയാൻ പാടില്ല. നമുക്കതിങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഭഗവാനോട് നന്ദി പറഞ്ഞ് നമ്മൾ കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് മനസ്സിനെ നിഷ്കളങ്കമാക്കി മറ്റു കാര്യങ്ങളിലൊന്നും അധികം വ്യാപരിപ്പിക്കാതെ പോകാനുമുള്ള ഒരു മനസ്സുണ്ടാക്കി എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് കിട്ടും. അല്ലാതെ ഒരാൾക്ക് മാത്രമല്ല എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കണ്ണനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്ന, കണ്ണനെ സ്നേഹത്തോടെ, കണ്ണനാണ് എല്ലാം എന്ന് മനസ്സിലാക്കി കഴിയുന്ന ഏതൊരു വ്യക്തിക്ക് ഇത് അനുഭവവേദ്യമാണെന്ന് ഞാൻ വാക്ക് തരുകയാണ്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ഇത് നമുക്ക് വെറുതെ പറയാത് കഴിയില്ല. കണ്ണൻ നമ്മുടെ ഹൃദയസ്ഥരനാണ്, നമ്മുടെ പ്രാണനാഥനാണ് കണ്ണൻ. ആ കണ്ണൻ നമ്മുടെ പ്രാണനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ആ കണ്ണനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം ആ കണ്ണനാണെന്ന് അറിഞ്ഞു കഴിയുന്ന ആ നിമിഷം മാത്രം നമുക്ക് ആരോടും പിന്നെ നമുക്ക് ഒരു വിരോധം ഒന്നും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. എന്തിനാണ് വിരോധം, എന്തിനാണ് വാശി, എന്തിനാണ് അധിക സന്തോഷം, എന്തിനാണ് അധിക സങ്കടം, എല്ലാം ഇതിവിടെയാണ്. ആ ഇരിക്കുന്ന പ്രാണന്റെ നാഥനായ ആ ഭഗവാൻ നമുക്ക് ഗുരുവിനെ പോലെ എല്ലാ കാര്യവും നമുക്ക് അതാത് സമയത്ത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അതിനെയാണ് ഇവിടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻറ്റ്യൂഷൻ കിട്ടുന്നവർക്കാണ് ഭഗവാന്റെ കടാക്ഷം. ഭഗവാനകത്ത് ഭഗവാനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ ആ ശക്തി, ആ ബോധം, ആ പ്രേരണ നമ്മെ നയിക്കും. അതാണ് ഇതിൻ്റെ സത്യം. ഈ സത്യം നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ശ്രദ്ധയോടെയുള്ള ഭക്തി വേണം. അതിന് ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു സീരിയൽ കാണുന്നു, ആരൊക്കെ എന്തൊക്കെ പകലും ഞാനൊന്നും കാണാറില്ല, എന്തൊക്കെ സീരിയൽ കാണുന്നത് ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്, അങ്ങോട്ട് മാറുന്നില്ലേ, ഇത് മൊത്തം കേട്ടോ. അത് എങ്ങനെയാണ് അതിൽ ഇത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നത്? അതേപോലൊരു ശ്രദ്ധ മറ്റെല്ലാം വെടിഞ്ഞ് ഭഗവാനിൽ കൊടുക്കുന്ന നിമിഷത്തിൽ കിട്ടുന്ന സായുജ്യങ്ങളാണ് ഈ ആചാര്യൻ ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഭഗവാൻ കരുണാമയനാണ്. ആരാണോ ഭഗവാനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നത് അവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. എല്ലാവരെയും ഭഗവാൻ നോക്കുന്നുണ്ട്. ആരെയും പ്രത്യേകിച്ച് പാർഷ്യാലിറ്റി നോക്കുന്ന ഒരു ഇതല്ല. അതാണ് ആ സ്വഭാവം നമുക്ക് ഭഗവാൻ തരും എന്ന് പറയുന്നത്. പാർഷ്യാലിറ്റി കാണിക്കാത്തൊരു സ്വഭാവം നമുക്ക് ഭഗവാൻ തരുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ നമ്മുടെ അനുഗ്രഹമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. നമുക്കുണ്ടാകും. നമുക്ക് ഏതാണോ ഇല്ലാത്ത വൃത്തികെട്ട സ്വഭാവം അത് മാറി ഒരു നല്ല സ്വഭാവം നമുക്ക് തരുന്നെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ പഠിച്ചുകൊള്ളണം. നമുക്ക് എന്താണോ അരോചകമായിട്ടുള്ളത് അത് നമ്മൾ വെറുത്ത് പോകുന്നതിന് നമ്മൾ സഹിക്കാനുള്ളൊരു മനസ്സ്. ഒരാളെ നോക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഒന്നും രണ്ടും ഭാഗം ഒന്നും രണ്ടും പുറത്ത് കഴിയുമ്പോൾ അത് കിടക്കുമ്പോൾ വൃത്തിയാക്കാനുള്ളൊരു നമുക്ക് തൊടാരില്ലെങ്കിലും അറയ്ക്കുന്നവരായിരിക്കും ഓട്ടോമാറ്റിക്കലി, ഉറപ്പോ സത്യമായിട്ട് പറയാം. പക്ഷെ അതൊക്കെ എന്നിലും അത് ഉണ്ടായാൽ ആരെങ്കിലും എന്നെ നോക്കുമ്പോൾ ആ ഒരു മനസ്സ് നമ്മൾ അതിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ നമുക്ക് വൃത്തികെട്ടതും വേണ്ടാത്തതുമായിട്ട് വൃത്തികെട്ട് കൈകൊണ്ട് തൊടാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ പലതും നമ്മളെ തൊടാൻ മനസ്സ് വെക്കുന്നതാണ് നമ്മളിൽ ഉണ്ടാകുന്ന
ഭഗവത് കാരുണ്യം, അവിടെയാണ് നമുക്ക് വരുന്ന മാറ്റം. അതാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് വരുത്തുന്ന മാറ്റം. എന്തിലാണോ സുഖഭോഗങ്ങൾ നമ്മൾ കുറയ്ക്കും, രുചിഭോഗങ്ങൾ നമ്മൾ കുറയ്ക്കും, അല്ലേ, സൗന്ദര്യബോധങ്ങൾ നമ്മൾ കുറയ്ക്കും. നമ്മളെന്താണ്, ഭഗവാൻ നമുക്ക് എന്താണ്, എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാൻ. ഇതിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു കണ്ണ് പോകാം, ഏത് നിമിഷം വേണമെങ്കിലും ഒരു ചെവി പോകാം, ഏത് നിമിഷം വേണമെങ്കിലും മുമ്പിലിരിക്കുന്ന 2 പല്ല് പോകാം, ഏത് നിമിഷം വേണമെങ്കിലും കയ്യോ കാലോ നഷ്ടപ്പെടാം, ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ നിലത്ത് കിടക്കുന്ന അവസ്ഥയാവാം. ഇതൊക്കെ നമുക്ക് നമ്മളിങ്ങനെ മാറ്റങ്ങൾ വരാൻ ശ്രമിക്കുന്ന ആ ബോധം തരുന്നതാണ് ഭഗവാൻ. അപ്പം ഇതൊന്നും ശാശ്വതമല്ല. പക്ഷേ ഇത് സ്വന്തമാണെന്ന് വെച്ച് നമ്മൾ ശാശ്വതമായിട്ട് അതിനെ ബലപ്പിച്ച് പിടിക്കുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ട് നമുക്ക് മാറുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ. സത്യം നമ്മൾ എല്ലാവരും പറയുന്നത് സത്യമല്ലേ, കല്യാണം നടക്കുന്നു, കുട്ടികളുണ്ടാകുന്നു, ജീവിതം ഉണ്ടാകുന്നു, വീട്, ഇതൊക്കെ ഒരു നിമിഷം ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ പോകുന്നു. പക്ഷേ എന്ന് വെച്ച് ജീവിക്കണ്ട എന്ന് പറയുന്നതിലല്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ആ മനസ്സിൻ്റെ വലിപ്പം അത് നമുക്ക് തരുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുവായി നിന്ന് അരുളുമ്പം മാത്രമാണ്. അപ്പോൾ ആ ലെവലിലൊക്കെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് അത്രയും ഭഗവാനെയാണ് നമ്മളെ നടത്തുന്നതെന്നും ഭഗവാനെ വിചാരിക്കാതെ ഒരു കാര്യം നമ്മൾ ചെയ്യാതെയും വരും. കാരണം നമ്മൾ എന്തിനെങ്കിലും ഒന്ന് മറന്നു പോകുന്നെങ്കിൽ പോലും ആ നിമിഷം തൊട്ടടുത്ത ആ നടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്തിട്ടില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. അത് അനുഭവം ഉള്ളവർക്ക് അതറിയാൻ പറ്റും. നമ്മളെ ഒരിക്കലും തെറ്റിലേക്ക് നയിക്കില്ല ഭഗവാൻ, നമ്മളെ ഒരിക്കലും തെറ്റിലേക്ക് നയിക്കില്ല. അതാണ് ഏറ്റവും വലിയ വിജയം. ആ തെറ്റില്ലാതെ വരുമ്പോൾ നമുക്ക് പശ്ചാത്താപമില്ല. പശ്ചാത്തപിച്ചിട്ട് പിന്നെയും തെറ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതാണ് ഭഗവാൻ പറഞ്ഞത് സറണ്ടർ ആവുക. സറണ്ടർ ആവുന്ന വെച്ചാൽ നമ്മൾ കെട്ടിപ്പിടിച്ച് ബുദ്ധിമുട്ടിച്ചത് വേണ്ട, മനസ്സിനെ അങ്ങ് കൊടുക്കുക, ഫ്രീ ആക്കി കൊടുക്കുക. ആ മനസ്സ് ഫ്രീ ആക്കി കൊടുക്കുമ്പോൾ നമ്മളെ ബാക്കി സർവ്വകാര്യങ്ങളും ആ ഭഗവാൻ യോഗവും ക്ഷേമവും ഒക്കെ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നടത്തിക്കൊള്ളും എന്നുള്ള ഉറപ്പ്, വിശ്വാസമല്ല ഉറപ്പാണ്. ഉറപ്പിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഉറച്ചത് തന്നെയാണ് അല്ലേ, ഖരാവസ്ഥ ഉറച്ചത് തന്നെയാണ് അല്ലേ. അതിന് എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല അത് മാറുന്നതുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ഉറച്ച സാധനം ഉറപ്പുണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ. ഭഗവാൻ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. ഭഗവാൻ അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കില്ല എന്ന് ആ ഒരു അവസ്ഥയിലൊക്കെ നമ്മുടെ മനസ്സിനെ എത്തിക്കുക എന്നാണ്. അപ്പം നമുക്കും നിർവ്വാണവും മോക്ഷവും ഒക്കെ നമുക്ക് കിട്ടും. നമ്മളറിയാതെ നമ്മൾക്ക് അത് കിട്ടും, അനുഭവിക്കപ്പെടും. നമ്മൾ നാദങ്ങൾ കേൾക്കുന്ന പോലെ ഇപ്പോൾ യോഗികൾ ആ യോഗാഭ്യാസം കൊണ്ട് നേടുന്ന ആ നാദങ്ങൾ, ഡെക്കാമൃതങ്ക വീണ നാദങ്ങളും വീണാവിനും ഓടക്കുഴൽ, ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒരു ഭഗവാന്റെ ഭക്തരാണെങ്കിൽ ഒന്നെങ്കിലും ഭഗവാൻ നമ്മളറിയാതെ അവളിൽ എത്തിച്ച് നമ്മളത് കേൾപ്പിച്ച് തരും. അത് ഉറപ്പാണ്. അത് വിശ്വാസമൊന്നുമല്ല, ഭഗവാന്റെ ഉറപ്പാണ് അത്. ആ രീതിയിൽ നമ്മൾ കാണുക, നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതചര്യ കൊടുക്കുക, ഭഗവാൻ മനസ്സ് കൊടുക്കുക, ബാക്കി പോകാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം ഇല്ലാണ്ട് നമുക്കൊരു ജീവിതവും കർമ്മമുണ്ട്. സദാ കർമ്മം ചെയ്യുക. ഭഗവാൻ പറയുന്നുണ്ട് കർമ്മത്തോടൊപ്പം നാമം ജപിക്കുക. അതിന് പ്രത്യേകിച്ചൊരു കുളി ജപമൊന്നുമില്ല. ഹരേ രാമ ഹരേ കൃഷ്ണ, ആ നാമമന്ത്രം ആർക്കും എപ്പോഴും ജപിക്കാം. ആ നാമം ജപിച്ചുകൊണ്ട് നമ്മുടെ കർമ്മത്തിൽ ചെയ്യുമ്പോൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം മംഗളമാക്കി ഭഗവാൻ നമ്മുടെ കൈ തന്നേക്കും. നമ്മളല്ലാതെ ചെയ്യുന്ന ഭഗവാനാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഉറപ്പാണ് ആ മംഗളം. അത് എല്ലാവർക്കും മനസ്സിലാക്കാനും കൂടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഭഗവാനെ വിട്ടൊരു ജീവിതം കാണാൻ, ഭഗവാനെ വിട്ടൊരു മോശം പ്രവർത്തിച്ച് ഭഗവാനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ പറയാണ്, ധ്യാന യോഗാഭ്യാസം ദൃഢപ്പെട്ട് കുണ്ടലിനി പ്രാണൻ ഉണർന്ന് സുഷുമ്നാ നാഡിയിൽ പ്രവേശിക്കുമ്പോഴാണ് യോഗിക്ക് ഇതുണ്ടാകുന്നത്. അപ്പോൾ അതെന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിക്കുന്നത്. ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ അങ്ങനെ പോകുമ്പോൾ, അതായത് നേരെ വെച്ച് നമ്മുടെ സദാഭക്തിയാണെങ്കിലോ ആ സദാഭക്തിയിൽ നമ്മുടെ മനസ്സും ശരീരവും ബോധവും എല്ലാം നേർവഴിക്കങ്ങ് പോകും അല്ലേ. അത്ര കഷ്ടപ്പെടണ്ട. ഭക്തി ഉണ്ടാവണം. നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം. മനസ്സിനെ ശരിയാക്കി എടുക്കുന്നതിലാണ് കാര്യം. അവിടെ ഭക്തി എന്നുള്ളൊരു ഭാഗം ഉണ്ടായി കഴിയുമ്പോൾ ഭഗവാൻ തന്നെ ആ ഭക്തന്റെ മനസ്സിനെ എന്താക്കിത്തരും? തീർത്ഥം പോലെ ആക്കിത്തരും. അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അനാഗത നാദം എന്നാണ് നമ്മൾ അകത്ത് കേൾക്കുന്ന നാദത്തെ. അതാണ് നമ്മൾ പറഞ്ഞത്. അതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതിന് ധ്യാനയോഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് വെറുതെ കുറേ നേരം നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ ഒരു പ്രവണത ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും നമ്മുടെ ഭക്തിയും ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്കും ഭഗവാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവസരമെങ്കിലും നമുക്കത് കനിഞ്ഞു തരുമെന്ന് ഞാൻ വാക്ക് തരുന്നു. അതിൽ വ്യത്യാസമൊന്നുമില്ല, ഞാൻ വാക്ക് തരുന്നു. ഓക്കെ. അപ്പോൾ ഇത് എവിടെ നിന്ന് മുഴങ്ങുന്നു എന്നറിയാത്തത് കൊണ്ടാണ് ഇതിനെ അനാഗതനാദം എന്ന് പറയുന്നത്. യോഗികൾക്ക് മാത്രം അനുഭവിച്ചറിയാമെന്ന് വിചാരിക്കേണ്ട. പരമഭക്തരായവർക്ക് ഭഗവാൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ അനാഹതനാദം
കേൾപ്പിച്ച് തരും. ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പാണ്. അപ്പോൾ അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ മണിനാഥം, ശംഖനാഥം. നമുക്ക് ഇപ്പോൾ കടലിൽ ഇരമ്പുന്ന ശബ്ദം, നമ്മൾ കടലിൽ പോകുമ്പോഴാണല്ലോ കടലിലെ ഇരമ്പൽ ശബ്ദം കേൾക്കുന്നത്. ഈ കടൽ ഇരമ്പുന്നത്, അതായത് ഇതെല്ലാം ഭഗവാനാണെന്ന് പറയണം. അപ്പം നമ്മളിരിക്കുന്ന ബോധതത്വം എന്ന് പറഞ്ഞാൽ ജീവതത്വം, നമ്മുടെ പരമാത്മ ജീവാത്മ തത്വം. ആ പരമാത്മാവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് ഒന്നാകുകയാണ്. ആ ഒന്നാകുന്നത് അതെല്ലാം ഒന്നാണ്. ഇവിടെ കാണുന്ന എന്തെല്ലാം ശബ്ദങ്ങൾ, എന്തെല്ലാം അക്ഷരങ്ങൾ, എന്തെല്ലാം കളറുകൾ, എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം രൂപങ്ങൾ, എന്തെല്ലാം ഭാവങ്ങൾ, എന്തെല്ലാം സ്വഭാവങ്ങൾ, എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ പരമാത്മാവിൻ്റെതാണെന്ന് നമ്മൾ അറിയുകയാണ്. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് എല്ലാവരും ഒന്നാണ്, അല്ലേ? ആ ഒരു സ്നേഹം ഭഗവാൻ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടിരുമ്പോൾ ഭഗവാൻ നമ്മളിൽ അറിയുന്നു. ആ ഭഗവാനെ പോലെ എല്ലാവരിലും ഇരിക്കുകയാണല്ലോ. അവിടെ ദുഷ്ടശിഷ്ടരാണെങ്കിൽ അത് അവരുടെ 3 ഗുണങ്ങളാൽ, രജോ തമോ സത്വ ഗുണങ്ങളാലാണ് അവരെ അതിൻ്റെ ഏറ്റക്കുറച്ചിനനുസരിച്ചാണ് അവരിത് കാണിക്കുന്നത്. ആ പോരാത്തതിന് അവരുടെ കർമ്മം, മുൻ ജന്മത്തിലെ കർമ്മം അനുസരിച്ച് അവർക്കിവിടെ പ്രവർത്തിക്കാൻ. പിന്നെ സുഹൃതം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് വീഴുന്ന ഒരു സ്ഥലം എന്താണ്, ഇപ്പോൾ സത്സംഗമോ ഒരു ഭക്തിയുള്ള സന്ദർഭങ്ങളോ ഒരു നാമസങ്കീർത്തന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നല്ലവരോട് നല്ല വാക്കുകൾ പറയുന്നവരടുത്താണെങ്കിലും നമ്മൾ ചെന്ന് പെടുകയാണെങ്കിൽ ആ നിമിഷം കൊണ്ട് നമുക്ക് എന്താക്കാം, നമ്മുടെ കർമ്മത്തെ, അതോടൊപ്പം നമ്മുടെ കർമ്മം മാറുകയാണ് ചെയ്യണത്. അത് ആ സ്വഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ വിട്ട് കഴിയുമ്പോൾ പിന്നെ ആ ആത്മാവിൻ്റെ ഉദ്ദേശം പരമാത്മാവിലേക്ക് ലയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഭഗവാൻ നമ്മുടെ കർമ്മങ്ങൾ ഒതുക്കിത്തരും. അപ്പോൾ നമ്മൾ കർമ്മത്താൽ വന്നാലും നമ്മുടെ പ്രവൃത്തി, നമ്മുടെ മനസ്സ് എപ്പോഴാണോ ആ ഭഗവാൻ കടാക്ഷം കൊണ്ട് നമുക്ക് എപ്പോഴാണോ ഭക്തിയിലേക്ക്, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് ആ ജ്ഞാനത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയാൻ തോന്നുന്ന ഒരു സന്ദർഭം, അതിൽ നിന്ന് നമ്മൾ വളർന്നു വരികയും അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മാറ്റം കൊണ്ട് നമുക്ക് ഈ സാക്ഷാത്കാരം നേടാൻ കഴിയുമെന്നാണ് ഇവിടെ ആചാര്യൻ ഈ ദക്കാമൃതങ്ക തുടി താളങ്ങൾ കേട്ട് അനുഭവിക്കാം എന്നിവിടെ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, പ്രാണേ സുഷ്മ്നാം സംപ്രാപ്തേ നാദോ അന്തഃ ശ്രൂയത്തെ ഷഡാധാര ശ്രൂയതേ അഷ്ടധ ഖണ്ഡാദുന്ദുബി ശങ്കാബ്ദി വീണാവേണുവാദി താളവത്. അതായത് പ്രാണൻ സുഷുമ്നാ നാഡിയിൽ പ്രവേശിച്ചാൽ യോഗിയുടെ ഉള്ളിൽ 8 വിധം നാദങ്ങൾ കേൾക്കാൻ ഇടവരുന്നു. അതായത് നമ്മളെ പ്രാണൻ നമ്മുടെ ഉള്ളിൽ മൂലാധാര ചക്രത്തിൽ ഇരിക്കുകയാണ് പ്രാണശക്തി. അതാണ് നമ്മൾ പ്രാണനാഥനാണ് നമ്മുടെ മൂലാധാര ചക്രത്തിലിരിക്കുന്ന പ്രാണേശ്വരി, പ്രാണേശ്വരിയും പ്രാണനാഥനും എല്ലാം ഒന്നാണ്. അത് അവിടുന്ന് ഉയർന്നത് യോഗികൾ ഉയർത്തി ഭക്തർക്ക് അത് ക്രമേണ താനെ ഉയരാൻ തുടങ്ങും. ഭക്തരുടെ അത്രയും കഴിവ്, ഭക്തർക്കുണ്ടാകുന്ന ശ്രദ്ധ, അല്ലെങ്കിൽ ഈശ്വരനോടുള്ള പ്രേമഭക്തി ഇത് വർദ്ധിക്കുമ്പോൾ ഈ പ്രാണൻ ആ പ്രാണനിലേക്ക് ലയിക്കാൻ വേണ്ടി എന്താവും, അത് ചലിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ആധാര ചക്രങ്ങളിലൂടെ മറ്റു യോഗാഭ്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്താവും അത് കയറി നമ്മളെ ആ സഹസ്രാരത്തിൽ എത്താനുള്ള വഴി ശ്രമിക്കും. പിന്നെ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നു. എന്താണ്? ദക്കാമൃതങ്ക തുടി താളങ്ങൾ കേട്ട് അനുഭവിക്കാം ഇതിൻ ഉലകിൽ എന്നോടെ ഓർത്ത് മമ നിൽക്കുന്നതല്ല മനമാളാന ബത്ത കരി തീൻ കണ്ട പോലെ. അതായത് കരി എന്ന് പറഞ്ഞാൽ ആന, കെട്ടിയിട്ടയ്ക്കുന്ന ആന അകലെ ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോൾ കെട്ടുകുറ്റി പൊട്ടിച്ച് അതിന് പോകാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഈ ആത്മാവ്. എങ്ങനെ നമ്മൾ ഈ ഇതിലൂടെ കയറി നമ്മുടെ ഭക്തിയിലൂടെയാലും യോഗയിലൂടെയാലും കയറി വരുമ്പോൾ അതിലേക്ക് പ്രാപിക്കാനുള്ള ആ ഒരു ആർത്തി കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആന ദൂരെ കാണുന്ന ഭക്ഷണം കാണുമ്പോൾ പൊട്ടിച്ചിട്ട് പോലെ ആയിരുന്നാലും അതിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചക്കരയായാലും പഴമായാലും ദൂരെ കിടക്കുന്നുണ്ട്, അതിന് ഭയങ്കര കെട്ടിലാണ് ഇട്ടിരിക്കണമെങ്കിൽ അതിന് ഭയങ്കര ബുദ്ധിമുട്ട്. അത് ചെന്ന് എടുത്ത് കഴിച്ചുള്ള ആർത്തി, അതായത് ജീവാത്മാവിന് പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള ആ ഒരു ആർത്തിയാണ്. ആർത്തിയല്ല, ആ ഒരു ആഗ്രഹം, അമിതമായ ആ ഒരു ആഗ്രഹമാണ് ഇവിടെ ആനയുടെ പറയുന്നുണ്ടല്ലോ, മനമാളാന ബത്തകരി. മനം അങ്ങനെ ആളുകയാണ്. നമ്മുടെ ആത്മാവ് അതിലേക്ക് പോകാനിട്ട് ആ ആത്മചൈതന്യം പരബ്രഹ്മ ചൈതന്യത്തിലേക്ക് പോകാനും കിടന്ന് വെപ്രാളപ്പെടുന്നത് ആന ദൂരെ ഭക്ഷണം കിടക്കുന്ന കാണുമ്പോൾ കെട്ടിയിട്ടയ്ക്കുന്ന ആന. അപ്പോൾ അതിന് നടന്നു പോകാൻ പറ്റത്തില്ല, കെട്ടൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ മനസ്സ് ആളാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ മനസ്സ് ഇവിടെ പെട്ട് കിടക്കുകയാണല്ലേ, നമ്മുടെ പ്രപഞ്ചമായ മായാശക്തിയിലൂടെ പെട്ട് കിടക്കുന്ന നമുക്ക് അതിൽ നിന്ന് അവിടെ പോകാനൊരു കെട്ടുണ്ട്. ആ കെട്ട് വിട്ടാൽ നമ്മൾ ആന ആഹാരം എടുക്കാൻ എത്തുന്ന പോലെ നമ്മൾ അവിടെ എത്തും. അതിന് നമ്മുടെ മനസ്സ് അത് ആഗ്രഹിച്ച് അത് അനുഭവിക്കാൻ വേണ്ടി പെടയുന്നു എന്നാണ് ഇവിടെ
ഈ മനം ആളാന ബത്ത കരി തീൻ കണ്ട പോലെ, തീൻ ആഹാരം കണ്ടിട്ട് കെട്ടിയിട്ടയ്ക്കുന്ന ആന എങ്ങനെയാണോ ബഹളം വെക്കുന്നത്, അതുപോലെ ഈ മനം ആ പരമാത്മ ചൈതന്യത്തിൽ എത്താൻ വേണ്ടി കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അതാണ് ആത്മാവിൻ്റെ ആവശ്യവും ആത്മാവിൻ്റെ ഉദ്ദേശവും ആത്മാവിൻ്റെ ലക്ഷ്യവും. അതാണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. അതിന് തിരിയണമെങ്കിൽ നമുക്ക് കുറച്ച് ആത്മീയമായ കാര്യങ്ങളിലും ഭക്തിയിലും നമ്മൾ ആരെന്നറിയാൻ, ആത്മീയത എന്താണെന്ന് അറിയാനും നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോഴേ നമ്മളത് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടി എടുക്കേണ്ട കാര്യമില്ല. സോ മനസ്സിന് കൊടുക്കുന്ന പോഷണം പോലെയാണ് നമ്മുടെ ആത്മാവ് നമ്മുടെ എവിടെ എത്തുന്നത്, പരമാത്മ ചൈതന്യത്തിൽ എത്തുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ മനസ്സിനെ ഭക്തിമാർഗത്തിലേക്ക് വിടുക. മനസ്സിനെ ഭക്തിമാർഗത്തിലേക്ക് വിടണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. നമ്മുടെ അഷ്ടരാഗങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം. എല്ലാവരോടും ഞാൻ പറയാം, ആരോടും സ്നേഹവും കരുണയാണ് ഇതിലെ പ്രധാന കാര്യം. നമ്മൾ വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്നതിലുപരി അടുത്ത് നിൽക്കുന്നവനെ കണ്ടാൽ അവനോടൊരു കരുണ, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ആ കരുണ കാണിക്കണം. അവനോട് എന്തെങ്കിലും സഹായം നമ്മൾ ചെയ്യാനുള്ള ആ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് നമ്മുടെ ഈശ്വര ഭക്തിയിലെ ആദ്യത്തെ തുടക്കം. അതുണ്ടെങ്കിൽ നമുക്ക് ക്രമേണ നമുക്ക് ഈ ചര്യയിലേക്ക് കയറാനും നമ്മൾ അതിലേക്ക് നമ്മൾ പോലും അറിയാതെ നമുക്ക് ചൈതന്യം നേടാൻ സാധിക്കും. ഒരു ജീവാത്മാവിന് അതിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ ആ ജീവാത്മാവ് അതിനെ അവിടെ തന്നെ അതിൻ്റെ പരമാത്മാവിൽ തന്നെ കൊണ്ട് എത്തിക്കുന്നതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതാണ് ഈ പദ്യത്തിലെ അർത്ഥവും ആശയവും ഒക്കെ. ഇനി അടുത്ത പദ്യവുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വരും. ഞാനിപ്പോൾ ഇടയ്ക്ക് ഒരു ലാഗ് വന്നു പോയി. ഞാൻ ശബരിമലയിലൊക്കെ പോയി നന്നായി ഭഗവാനെയൊക്കെ തൊഴു. അതിനൊരു അവസരവും ഭാഗ്യവും ഗുരുവായൂരപ്പൻ എനിക്ക് തന്നു. അയ്യപ്പനെ നന്നായി കണ്ടു തൊഴുതു. ഞാൻ എൻ്റെ കുഞ്ഞുമോളും കൂടി ശബരിമലയ്ക്ക് പോയിരുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ലോക സമസ്ത സുഖിനോ ഭവന്തു. അതാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പറയാൻ പറ്റുന്ന ഒരേ ഒരു മന്ത്രം. അത് നമ്മൾ എവിടെ പോകുമ്പോഴും അത് പറഞ്ഞു വെച്ചാൽ മതി. അത് നമ്മൾ ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ ഒരു 21 ദിവസം പറയാമെങ്കിൽ നമ്മൾ എവിടെ പോയാലും അതങ്ങ് പറഞ്ഞോളും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായാലും പ്രിയപ്പെട്ടവരല്ലെങ്കിലും നമ്മൾ സമസ്തവുമായി അത് ഭഗവാന്റെ സമ്പത്താണ് നമ്മളെല്ലാവരും എന്നുള്ള മനസ്സ് നമുക്ക് ആ ഒരു മന്ത്രത്തിൽ നിന്ന് നമുക്കത് കിട്ടും. അപ്പോൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ഒരു മന്ത്രം നമ്മളെല്ലാവരും മറ്റ് മന്ത്രങ്ങൾക്കൊപ്പം ഓം നമോ നാരായണായ എന്ന മന്ത്രത്തോടൊപ്പം നമ്മൾ പഠിപ്പിക്കുക. മറ്റുള്ളവർക്ക് നമുക്ക് സ്നേഹമുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ളവർ നമുക്ക് എല്ലാവരെയും അവിടുത്തെ കിട്ടുന്നില്ലല്ലോ സ്നേഹിക്കാൻ. കിട്ടുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കഴിയുമ്പോൾ ആ കിട്ടുന്ന സ്നേഹമാണ് ഈശ്വര കടാക്ഷം. അത് വേറൊരാൾക്ക് എന്തെങ്കിലും നമ്മൾ നൽകും, അത് നിസ്സാരമായിക്കോട്ടെ, വളരെ വിലയല്ല അതിൽ നോക്കുന്നത്. കൊടുക്കുന്ന മനസ്സ് ആ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സഹായം അല്ലെങ്കിൽ ഒരു വേദനയ്ക്കൊരു തലോടലോ അല്ലെങ്കിൽ ഒരു സമാധാനമോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു 2 രൂപയാണെങ്കിലും മരുന്നിനാണെന്ന് പറഞ്ഞ് ഒരാൾക്ക് കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു അതിൻ്റെ അർത്ഥം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് ഉരുവിടുന്നവർക്ക് പ്രത്യേകിച്ച് ഒരാൾക്ക് വേണ്ടി ഒന്നും പറയണ്ട, നമ്മൾ അതിൽ പെടുന്നു. മറ്റുള്ളവർക്കെല്ലാം സുഖമാകുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി സുഖമാകും. അതാണ് എൻ്റെ തത്വം. അതൊക്കെ മനസ്സിലാക്കി വരാനേ കുറച്ച് സമയമെടുക്കും. അതിനൊക്കെ ഭക്തി തന്നെയാണ്. ഗുരുവായൂരപ്പനെ കൂട്ടുപിടിക്കൂ. എല്ലാവരും ഗുരുവായൂരപ്പനെ കൂട്ടുപിടിക്കൂ. നിങ്ങളുടെ ജീവിതം സമസ്തവും സൗഭാഗ്യവും ഐശ്വര്യവും ക്ഷേമവും എന്ത് പറയാൻ എല്ലാം തരും. പക്ഷെ അതൊന്നും പണമാണെന്ന് വിചാരിക്കരുത്. എന്ത് പണം മുമ്പേ ഉണ്ടെങ്കിൽ പണം വേണം, മഹാലക്ഷ്മി നമുക്ക് വേണം. മഹാലക്ഷ്മി ഇല്ലാതെ കഴിയില്ല. മഹാവിഷ്ണുവും വേണം, മഹാലക്ഷ്മിയും വേണം. അവർ രണ്ടും ഒന്നാണ്. രണ്ടിടത്ത് മഹാവിഷ്ണുവിനെ വിളിക്കുമ്പോൾ അവിടെ മഹാലക്ഷ്മി ഉണ്ടാവും. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുക. നമുക്ക് അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നാൽ പോരെ. നമ്മുടെ കാര്യങ്ങൾ നടക്കണം. മനസ്സമാധാനത്തോടെ നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കും. ഭഗവാനെ വിളിക്കാനെങ്കിലും ഒരു മനസ്സമാധാനം വേണം. അതിനും പറ്റാത്തൊരു അവസ്ഥ വരുന്ന ജീവിത അവസ്ഥകളുണ്ട് ലോകത്ത്. ഭഗവാനെ പോയി ഒരു വഴിപാട് കൊടുത്തിട്ട് വന്നെങ്കിൽ എൻ്റെ ഈ വേദന മാറും എന്ന് വിചാരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാമോ. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഏറ്റവും ആവശ്യം ഈ മനസ്സാണ്. ഈ മനസ്സിങ്ങനെ നടന്ന് ഓടുന്നതുകൊണ്ട് നമ്മൾ വലിയ വേദനിക്കുന്നത്. അതിന് ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ചങ്ങാതി. ആ ഗുരുവായൂരപ്പൻ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട. നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ പിടിച്ചു നിർത്താനുള്ളൊരു ഔഷധം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും, സേവിച്ചുകൊണ്ടേയിരിക്കും, ചുറ്റുവട്ടത്തുള്ളവരെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. ശബരിമല യാത്രയിൽ ഞാനത് മനസ്സിലാക്കി. കാല് വയ്യാത്തവർ, കണ്ണ് വയ്യാത്തവർ, മൂക്ക് വയ്യാത്തവർ, ചെവി വയ്യാത്തവർ, ഒരുപാട് രോഗികൾ മലകറി. എന്തുകൊണ്ടാണ്? തത്വമസിയല്ലേ ഭഗവാന്റെ. അത് ഞാനാകുന്നു എന്ന് പറയുന്നത് സത്യമല്ലേ. ഭഗവാനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ നമ്മൾ ആ ഭഗവാനിലേക്ക് പോകാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ത്വരയാണ്. നമ്മളെല്ലാ രോഗികളാണെങ്കിലും എങ്ങനത്തെ രോഗികളാണെങ്കിലും ശബരിമല കയറുന്നത് ഇല്ലേ. അതൊരു വലിയ പാഠമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2ാമതാ. കുഞ്ഞിലെ പോയി, ഇപ്പം പോയി. അപ്പോൾ ഞാൻ ഓരോരുത്തരും നോക്കും. കുറച്ച് പേരിങ്ങനെ
ട്രോളിയിൽ കൊണ്ടുപോകണമെന്ന് കണ്ടു. അപ്പോൾ ഞാൻ അവരെ ചുമക്കുന്ന അവരെ കുറിച്ച് ഞാൻ ഓർത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് നമ്മളെ മുന്നിൽ കാണുന്നത് നമ്മൾ പാഠങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിലും വേദന ഒന്നുമില്ല. നമ്മളെക്കാളും വേദനിക്കുന്നവരുണ്ട്, പക്ഷെ ആ വേദനയ്ക്കുള്ള ഏക ഔഷധമാണ് ഗുരുവായൂരപ്പൻ. അതെല്ലാവരും മനസ്സിലാക്കി കഴിയുക. ഔഷധം കഴിച്ചാൽ നമുക്കൊരു ആശ്വാസം കിട്ടത്തില്ലേ? ഔഷധം കഴിച്ചാൽ എന്ന് അസുഖം വരില്ല എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അസുഖം കഴിക്കുമ്പോൾ അപ്പോഴുള്ള അസുഖം വരുമ്പോൾ ഔഷധം കഴിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടണം. അപ്പോഴത്തെ ആശ്വാസം കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ തട്ടിപ്പോയെന്ന് വരും. തട്ടിപ്പോയെന്നില്ലല്ല, നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കേടുവന്ന് കിടന്നൊന്നും വരാം. അപ്പം അങ്ങനെയുള്ള ഒരു ഔഷധമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ ഗുരുവായി നിൽക്കുന്നിടത്തോളം കാലം, ഗുരുവായൂരപ്പനെ ഗുരുവായി നമ്മൾ സ്വീകരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിലെ സത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരും. ജീവിതം ഇതാണ്, ഇത് സത്യമല്ല. ആത്മാവിന് പരമാത്മാവിൽ എത്തേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ പഠിപ്പിക്കാനാണ് നമ്മൾ ഈ രൂപം എടുത്തൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളനുസരിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മുടെ ഗുണങ്ങളനുസരിച്ചാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ കർമ്മമാണ് നമ്മളെ തിരിച്ച് തേടി വന്ന് നമ്മളെ വേദനിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധകർമ്മങ്ങളായി കഴിയും. ആ ശുദ്ധകർമ്മങ്ങളിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെ നമുക്ക് ഏകാഗ്രമായി നിയന്ത്രിച്ച് ഭഗവാനിൽ എത്തിച്ച് നമ്മുടെ കർമ്മം ചെയ്യുക. കുട്ടികളെ അന്വേഷിക്കുക, ഭർത്താവിനെ നോക്കുക, കുടുംബം നോക്കുക, അമ്മയമ്മയെ നോക്കുക, അടുത്ത് ആളില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ അന്വേഷിക്കുക. പുറത്തുനിന്നപ്പോൾ ആരെങ്കിലും നമ്മൾ കണ്ടു പോയാലും നമ്മളത് ചെയ്യുക. എല്ലാവരോടും കരുണ കാണിക്കുക, ആരോടും വെറുപ്പില്ലാതാവുക. അവർക്കത് ചെയ്യുന്നത് അവരുടെ കർമ്മമാണ്, അവരെ മുൻകർമ്മമാണ് അവർ ഇതൊക്കെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നമുക്ക് തരുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് അപ്പോഴാണ് നമുക്ക് വെറുപ്പ് തോന്നാത്തത്. അവരുടെ കർമ്മം അവർക്ക് എന്തോ അനുഭവിക്കാൻ കിടക്കുന്നത്, അതുകൊണ്ട് അവർ ചെയ്യണം. നമുക്ക് വേണേൽ പറയാം ഭഗവാനെ കൂട്ടുപിടിക്കുന്നു, അടുത്ത് വേണമെങ്കിൽ പറയാം കേൾക്കുമെങ്കിൽ. പക്ഷെ പാമ്പാണ്, കരടിയാണ്, പുലിയാണെങ്കിൽ അവിടെ ചെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്ത് ചെയ്യണം? മാറി നിൽക്കുക എന്ന് വെച്ച് വേർക്കാൻ പോകണ്ട. ആനയും പിന്നെ പുലിയൊക്കെ നമുക്ക് വെറുപ്പിൻ്റെ പേരിൽ അടിച്ചു കൊല്ലാൻ പറ്റുമോ? ഇല്ല. പാമ്പിനെ നമുക്ക് അടിച്ചു കൊല്ലേണ്ട കാര്യമില്ല. നമ്മൾ ഉപദ്രവിക്കാതെ വരുന്നുമില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് നമ്മളോട് തടുത്തോട്ട്, അത് പേടിച്ചാണ് നമ്മളെ കടിക്കാൻ വരുന്നത്. നമ്മൾ അകന്ന് നിൽക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായി? പിന്നെ പാമ്പ് കടിക്കുന്നത് അതും നമ്മുടെ കർമ്മഫലങ്ങളാണ്, അല്ലാതെ വേറൊന്നുമില്ല. അതിനൊക്കെ ഓരോരോ കർമ്മങ്ങളുണ്ട്. അപ്പം ജനിക്കുമ്പോഴേ നമ്മളൊരു ഭക്തരുടെ കൂട്ടത്തിലാണ് വന്ന് വീഴുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കർമ്മഫലങ്ങളുടെയും ഫലത്തിൻ്റെ ഫലം കുറയും. നമ്മുടെ ഈ ഭക്തി മുഖാന്തിരം ഭഗവാൻ നമ്മളിലേക്ക് അടുത്തു തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഗുരുവായൂരപ്പനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവരും ഗുരുവായൂരപ്പനെ ഒരു വർഷത്തിലൊരിക്കെങ്കിലും പൈസ കൂട്ടിയിട്ടെങ്കിലും പോയി കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയൊക്കെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അങ്ങനെയല്ല. അപ്പോൾ പൈസ കൂടുതൽ നമ്മൾ ഒരുപാട് അങ്ങ് സ്നേഹിക്കേണ്ട. ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പലതും മറന്നു പോകും. അതുകൊണ്ട് ഏതിനാണോ ആസക്തി എന്ന് പറഞ്ഞ സംഭവം ഏത് മനുഷ്യനും മാറിക്കിട്ടും. അത് ഭഗവാന്റെ കടാക്ഷമാണ്. ഏത് പ്രവൃത്തിയാണ്. ഭക്തിയാണെങ്കിൽ ആസക്തിയല്ല, കർമ്മമാണ് പറയുന്നത്. ഭക്തി എന്തെന്ന് പഠിപ്പിക്കുകയാണ് നമ്മൾ. അത് ഇങ്ങനെ ഭ്രാന്തായി കുറിയും വരച്ച് നടക്കണമെന്നല്ല. ആ ഭക്തി നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാനെയാണ്. ഭക്തി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചര്യകളെ, നമ്മുടെ നിയന്ത്രണങ്ങളെ, ഇതൊക്കെയാണ് നമ്മൾ ഭഗവാനിലൂടെ പഠിക്കുക. അത് മനസ്സിലാക്കി നമുക്ക് ആ മാർഗത്തിൽ എന്ത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രാണനെ ശാന്തിയാവുക, അതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രാണനെ ശാന്തിയാക്കാൻ കഴിവുള്ളത് ഭഗവാന് മാത്രമല്ലേ കഴിയൂ, വേറെ ആർക്കെങ്കിലും കഴിയൂ? ദുഷ്ടനാണെങ്കിലും ഭഗവാനല്ലേ അവനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. നമുക്ക് പറ്റുമോ? നമ്മളുടെ മനസ്സിൽ ആ ദുഷ്ടത്തരം തോന്നും. അങ്ങനെ തോന്നാതെ ഇരിക്കട്ടെ. എല്ലാവർക്കും നല്ല നന്മ മാത്രം ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകവുമായി അടുത്ത ആഴ്ച കാണുന്നതാണ്. അതുവരേക്കും നന്ദി. ഹരേ ഗുരുവായൂരപ്പ. രാധേ രാധേ. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഡക്കാമൃദംഗ തുടിതാളങ്ങൾ കേട്ടനുഭവിക്കാമിതിൽ നിലയിൽ എന്നേടമോർത്തു മമ പാർക്കുന്നതല്ല മന മാളാനഭക്തകരി തീൻ കണ്ട പോലെ ഹരി നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണ നാരായണ
സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ.